ഈ പറഞ്ഞ 400 മില്യന്റെ പള്ളി അഥവാ 40 കോടിയുടെ പള്ളി, വേറൊരാൾ പറഞ്ഞു 40 കോടി എന്ന് പറഞ്ഞാലും 400 മില്യൺ എന്നാലും എത്ര വ്യത്യാസം നമുക്ക് അറിയില്ല എന്നാണ്. രണ്ടൊന്നേനാണ്. അവര് മനസ്സിലാക്കി 40 400 എന്ന് പറയുമ്പോൾ വ്യത്യാസപ്പെട്ടല്ലോ എണ്ണം. ഈ 400 മില്യന്റെ പള്ളി അല്ലെങ്കിൽ 40 കോടിയുടെ പള്ളി എന്ന ആശയം വരുന്നത് വൈദേശിക മുടിയോടുകൂടിയാണ്. നമ്മുടെ പ്രസംഗകന്മാർ പല സ്ഥലത്തും പറയുന്നത് പോലെ 40 ഉറുപ്പികയുടെ ഒരു മരപ്പെട്ടി പോലും പഴയ മുടിക്ക് ഇവരുണ്ടാക്കുന്നതിനെ പറ്റി ആലോചിച്ചിട്ടുണ്ട്. കാരണം പഴയ മുടി അങ്ങനെ ദ്രവിച്ച തുരുമ്പിച്ച മുടിയായി പോയി. അതുകൊണ്ട് ഇനി അയിമ കൂടണ്ട, നമ്മൾ ഇങ്ങനെ ചെയ്യാം. ആ മുടി ഇവിടെ കൊണ്ടുവന്ന് കൊടുത്ത ആള് പറഞ്ഞു, ഹാദാ സനദും മിന്നി അന അൽ വാദിഇ സഹീഹി ഫീ ഖിതാമിഹി ومقيد اسمه هنا لبيانه وإعلانه الشيخ الدكتور أحمد ابن الشيخ محمد ابن الشيخ حسن إلى آخره إلى مالك بن عجلان. അതിന്റെ താഴെ വരി അയാൾ പറഞ്ഞു, ഇവിടെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പന അനുസരിച്ച് മുതവാത്തിറായ സനദുകളിലൂടെ ഞങ്ങളുടെ കുടുംബ പരമ്പരയിൽ സൂക്ഷിച്ചു വന്നിരുന്ന ഒരു മുടി ശൈഖ് അബൂബക്കറിലേക്ക് കൈമാറുകയാണ്. നബിയുടെ കൽപ്പന അനുസരിച്ച് അണ്ടർലൈൻ ചെയ്യാം. ഞങ്ങളുടെ കുടുംബ പരമ്പരയിൽ പരമ്പരാഗതമായി സൂക്ഷിച്ചു വന്നിരുന്ന വീണ്ടും അണ്ടർലൈൻ ചെയ്യും. മുതവാത്തിറായ സനദിലൂടെ വന്ന ഈ വായിച്ച സനദ് നല്ല പറഞ്ഞ. അപ്പോ കുറെ ആളുകൾക്ക് അത് കേട്ടപ്പോ തന്നെ മനസ്സിലായി, ഈ വായിച്ചത് ഇയാളെ സനദല്ല, മുടിന്റെ സനദല്ല, ഇയാളെ കുടുംബ പരമ്പര. താമസിയാതെ നമ്മളത് സമൂഹത്തോട് പറഞ്ഞു, ഈ വായിച്ചത് മുടിയുടെ സനദല്ല, ഇത് ഇയാളുടെ കുടുംബ പരമ്പരയാണ്. ഗത്തിന്റെ പിന്നെ അവർക്ക് സമ്മതിക്കേണ്ടി വന്നു, അതായത് കുടുംബ പരമ്പരയാണ്. നേരത്തെ കടലാസ് വീശിയാൾ കുറ്റാടിയിൽ പറഞ്ഞു അത് കുടുംബ പരമ്പര തന്നെയാണ്. നിറം മാറി, രാഷ്ട്രീയക്കാരെ പോലെ എന്ന് പറയണ്ട, നമ്മളൊക്കെ രാഷ്ട്രീയക്കാരായിരിക്കും. ഓന്തിനെ വെല്ലുന്ന വിധത്തിൽ നിറം മാറി, ഓന്തുകളെപ്പോലും വെല്ലുന്ന നിറത്തിൽ നിറം മാറി നിറം മാറി നിറം മാറി ആശയങ്ങളും സിദ്ധാന്തങ്ങളും മാറി മാറി മാറ്റി മാറ്റി പറഞ്ഞു. അവസാനം ഗത്യന്തരമില്ലാതെയായി കളിയാട്ടമുക്കിൽ എന്ന് പറഞ്ഞു, ഞാൻ മുടി വാങ്ങിയവരിൽ നിന്ന് തന്നെയാണ് അവരും മുടി വാങ്ങിയത്. പ്രശ്നം തീർന്നു. ഇനി മുടിന്റെ തറവാട് അന്വേഷിക്കാൻ ഇനി ബാക്കിയോ? നമ്മൾ ആദ്യം അന്ന് ചോദിച്ച ചോദ്യം വീണ്ടും ചോദിക്കാണ്, നിങ്ങൾ വാങ്ങിയ മുടിയുടെ സനദ് എവിടെ? നമ്മൾ വാങ്ങിയ സനദ് ആവശ്യമില്ല. കാരണം നമ്മൾ വള്ളി ഉണ്ടാക്കാനോ ഒറ്റത്തിരുത്താനോ മുടി വാങ്ങിയിട്ടത് കള്ളമുടിയാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വാങ്ങിയതാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ താമസിയാതെ കുറച്ചു വരും. കള്ളമുടിയാണ് എന്നും ഈ മുടിക്ക് ഒരു നിലയും വരില്ല. ഒരു മുടി ചോദിച്ചപ്പോ 7 മുടിയാണ് കൊടുത്തത്. ഒരു മുടി ചോദിച്ചപ്പോ 7 മുടിയാണ് കൊടുത്തത്. അതാണ് ഇതിന്റെ നില. സനദ് ചോദിച്ചപ്പോ സനദൊന്നും ഞാൻ കൊടുക്കില്ല, എന്റെ അടുത്തില്ല, എന്റെ പാപ്പാന്റെ അടുത്ത് ഉണ്ടായിരുന്നതാണ് അത് എന്നാണ് മറുപടി. അതിന്റെയൊക്കെ റെക്കോർഡുകൾ ഇവരെടുത്തുണ്ട്. അപ്പോ യതീം കുട്ടികളെ കുറെ വളർത്തുന്നുണ്ട്, വായ്പടിച്ച പെണ്ണുങ്ങൾക്ക് സഹായം കൊടുക്കലുണ്ട്, അല്ലെങ്കിൽ പുര നിറഞ്ഞേക്കുന്ന പെൺകുട്ടികളെ കെട്ടിക്കലുണ്ട്. ഇതൊന്നും ഒരാൾ നുണ പറഞ്ഞാൽ അംഗീകരിക്കണം എന്നുള്ളൊരു തെളിവായിട്ട് അല്ലെങ്കിൽ ഒരു കാരണമായിട്ട് ഇസ്ലാമിലോ ശരീഅത്തിലോ ഖുർആനിലോ എവിടെയില്ല. ഖുർആനിലോ ഹദീസിലുള്ള മുപ്പര് സ്വീകരിക്കുക. അതാണ് ഇവിടെ വന്ന് പറഞ്ഞത്. ഉപകാരം ചെയ്തിരുന്ന ആളുകൾ വയസ്സന്മാർക്കൊക്കെ കേട്ടു പരിചയമുണ്ടോ? രാമസിംഹം, മലപ്പുറത്ത് ചെമ്മങ്കടത്ത് കിളിയമൺ ഗണ്ണീൻ സാഹിബ് എന്ന് പറയും മലയാളത്തിൽ. എവിടെയൊക്കെ അറിയത് വയസ്സന്മാർക്ക് അറിയില്ലേ? അയാൾ വലിയ പരോപകാരിയായിരുന്നു, പറഞ്ഞാൽ തീരൂല. ലോറികളില് അരി തുണിമുപ്പായ കൊണ്ടുവന്നിട്ട് ഓരോ വീട്ടിലും ഇങ്ങനെ വിതരണം ചെയ്യാം. ഇന്ത്യൻ സാഹിബായിരുന്ന കാലത്ത്. പിന്നെ മൂപ്പര് ആരോ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിയിട്ട് ഇവർക്ക് ഇസ്ലാം മതം അത്ര സുഖമില്ലാന്ന് തോന്നിയിട്ട് പിന്നെ വേറെ ഒരു മതത്തേക്ക് മാറി. അങ്ങനെ അയാളുടെ വധത്തിനത് കാരണമായി. 1940 അവസാനം കുറച്ചാൾക്കാർ അയാളെ വീട്ടിൽ കടന്നിട്ട് വെട്ടിക്കൊന്നു. പരോപകാരം ചെയ്തുകൊണ്ട് ദീനിൽ തോന്നിയ സംബന്ധം ജനങ്ങൾ അംഗീകരിക്കും. നമ്മളെ കാരണന്മാരെ ദീനിയായ ജുർഅത്ത്, ദീനിയായ ധൈര്യം, ആവേശം സൂചിപ്പിക്കാൻ വേണ്ടി കൂടെ ഞാനിത് പറഞ്ഞു. അപ്പോ യതീം കുട്ടിയൊക്കെ ചോറ് കൊടുക്കുക,
അതൊന്നും വലിയൊരു പുണ്യമുള്ളതല്ല. പണ്ട് മൂസോലിയിൽ പറയുന്നുണ്ടായിരുന്നു, അല്ലാഹു ഗഫിർ ലഹു വറഹ്മഹു, വലിയ ഇന്റർനാഷണൽ പിരിവുകാരനാണ് എന്ന പ്രത്യേകത മൂപ്പർക്കുള്ളത്. അറബികൾ കൊടുക്കുന്ന പൈസ ഇഷ്ടമുള്ളമാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യം ചെയ്ത് പിന്നെ കുറച്ച് എത്തിയ കുട്ടികളെ വളർത്താനും അത്ര വലിയൊരു കാര്യമൊന്നുമല്ല, നല്ലത് തന്നെയാണ്. പക്ഷെ ദീനിൽ നുണ പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നുണ പറയാൻ ആ സ്റ്റാറ്റസ് ഉപയോഗപ്പെടുത്തിയാൽ സമൂഹം അത് അംഗീകരിക്കില്ല. സമൂഹത്തിന്റെ ആ അംഗീകാരമില്ലായ്മയാണ് ഇന്ന് ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ മുടി അങ്ങനെ തുമ്പില്ലാതെ പോയി. രണ്ടാമത്തെ മുടി വലിയ അന്തർദേശീയ പ്രാധാന്യത്തോടുകൂടി ഇന്റർനാഷണൽ പണ്ഡിതന്മാരുടെ സാന്നിധ്യത്തിലാണ് അത് കൈമാറ്റം ചെയ്തത്, ലക്ഷങ്ങളതിന് സാക്ഷിയാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ പട്ടും പർവ്വതാനൊക്കെ വിരിച്ച് വലിയൊരു ഗാംഭീര്യത്തിന്റെ പരിവേഷം നൽകിക്കൊണ്ട് അത് ചെയ്തപ്പോൾ നമ്മുടെ ഭാഗത്തുള്ള ആൾക്കാർ ഇതിനെപ്പറ്റി പഠിക്കാൻ തുടങ്ങി. കുടുംബത്തിൽ സൂക്ഷിക്കണമായിരുന്നാണ് നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് കുടുംബത്തിൽ ചെന്ന് അന്വേഷിച്ചു. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന് വിശദമായിട്ട് കത്തെഴുതിയിട്ട് ഞാൻ കൊടുത്തു. അദ്ദേഹം ഒരാഴ്ച കഴിഞ്ഞിട്ട് മറുപടി തന്നു, അങ്ങനെ ഒരു മുടി ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ പിതാവ് മരിക്കുന്നത് വരെ അങ്ങനെ ഒരു മുടിയില്ല എന്ന് മാത്രമല്ല, അങ്ങനെയുള്ളൊരു മുടിയെ സംബന്ധിച്ച് അദ്ദേഹം ആരോടെങ്കിലും എന്തെങ്കിലും സംസാരിക്കുക പോലും ചെയ്തിട്ടില്ലായിരുന്നു. മാത്രമല്ല, ഞങ്ങളുടെ ഖദ്റജി കുടുംബത്തിൽ ഞങ്ങൾ എളാപ്പമാരുടെയോ മൂത്താപ്പമാരുടെയോ മക്കളിലോ ഏതെങ്കിലും ഒരു ഖദ്റജിയുടെ കയ്യിൽ ഒരു മുടിയെങ്കിലും ഉള്ളതായി ചരിത്രമില്ല. ആ കത്ത് ദാറുദ്ദീൻ വായിച്ചു. പിന്നെ കത്തിനെ പറ്റി, ഈ കത്ത് എങ്ങനെ ഇവിടെ എത്തി? ഒരു ദിവസം 2 കത്ത്, എങ്ങനെ ഒരു ദിവസം 2 കത്ത് എഴുതാൻ പറ്റുക? ഇത് 2 കത്ത് എഴുതുള്ളൂ, 10 20 കത്തും ആണെങ്കിൽ എഴുതിക്കൂടും. ഇങ്ങനെ ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കി 2 കത്ത് അബുദാബിയിൽ, 2ാമത്തെ കത്ത് നീലമഷീര് ഒപ്പിട്ട് ഞാൻ അറ്റസ്റ്റ് ചെയ്യിച്ചല്ലോ, നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. അതൊരു ദൂതൻ മുഖേന കൊടുത്തയച്ചതാ. 1ാമത്തെ കത്ത് ഒരു ഫാക്സിലുണ്ട് അയച്ചാൽ അവിടെ അപ്പൊ കിട്ടാവുന്നേ ഉള്ളൂ. ദാറുദ്ദീൻ ഫാക്സും ഇമെയിലൊക്കെ ഉണ്ട്. 1ാമത്തെ കത്ത് വളരെ ചുരുങ്ങിയതായതുകൊണ്ട് വിശദീകരിച്ച് ഈ വിഷയം പറയണം. കേരളത്തിലെ മുസ്ലിമീങ്ങളെ പറ്റി മുസ്ലിമീങ്ങളെ ഇങ്ങനെ കബളിപ്പിച്ച് ഗുരുതരമായ ഒരു പ്രശ്നമായിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ 2ാമത്തെ കത്തിൽ ആദ്യം പറഞ്ഞത് വിശദീകരിച്ചുകൊണ്ട് വിശദീകരണം എന്ന് തന്നെ ഹെഡിങ് ഇട്ടിട്ടാണ് കത്ത് വിശദീകരിച്ചിട്ടുള്ളത്. അത് ഞാൻ വായിച്ചു പോയതാണ്, നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടോ? കത്തിനെ പറ്റി പഠിച്ചു. അപ്പൊ പഠിച്ചപ്പോഴാണ് പിന്നെ ഇതിന്റെ കള്ളിങ്ങനെ പൊളിഞ്ഞു വരുന്നത്. മാത്രവുമല്ല, അതിന്റെ 1.5 കൊല്ലം മുൻപ് 2009 ഡിസംബർ മാസം 23-ാം തീയതി ഇയാളുടെ ജ്യേഷ്ഠൻ കുടുംബക്കാരുടെ എല്ലാവരുടെയും അഭിപ്രായം അനുസരിച്ച് UAE-യിലെ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും രണ്ടുപേരാണ് ആയ സെയ്ഫ് ബിൻ സായിദ് അൽ നഹ്യാൻ എന്ന ഉപപ്രധാനമന്ത്രിക്ക് കത്തെഴുതിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു 5 അങ്ങനെ ചില തോന്നിയാസങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിന്റെ സൽപ്പേരിന് അപകീർത്തികരമാണ്, അതുകൊണ്ട് അവനെ തൽക്കാലം എന്തെങ്കിലും ഒന്ന് പരിഹാരം കാണണം, അവന്റെ കൈ പിടിച്ചു കെട്ടണം, അല്ലെങ്കിൽ അവനെ തടവിലാക്കണം, അല്ലെങ്കിൽ അവന്റെ ഈ ഏർപ്പാട് നിർത്തണം എന്നൊക്കെയാണ് അയാൾ പറഞ്ഞത്. ഇങ്ങനെയുള്ള തെളിവുകൾ കിട്ടിയപ്പോ പിന്നെന്തായി? ഈ കത്തയച്ച ആളെ ആരും അറിയില്ല എന്നാണ് മാന്യദേഹം തന്നെ പറഞ്ഞത്. ദാറുൽ ആൾക്ക് കത്തയച്ച ഹസൻ ഖദ്റജി എന്ന് പറഞ്ഞാൽ ആരും അറിയില്ല. ആരും പറഞ്ഞാല് എന്തെങ്കിലും അർത്ഥം ഉണ്ടാവൂലേ? കേരളത്തിൽ ആരും അറിയില്ല എന്നായിരിക്കും. കേരളത്തിൽ ആരും അറിയാത്ത ഒരാൾക്ക് പുറത്തുനിന്ന് കേരളത്തിൽ കത്ത് എഴുതി കൂടാണോ? അങ്ങനെ ഇല്ലല്ലോ. അയാളൊരുപാട് ആളുകൾ, അയാളെ വാപ്പ മന്ത്രി ആയതുകൊണ്ട് അയാൾ 4 മക്കളുണ്ട്. 4 മക്കളും പല ആളുകളുടെയും പ്രസിദ്ധരായ ആൾക്കാരാണ്, വലിയ വലിയ സ്റ്റാറ്റസിലും പദവിയിലൊക്കെ ഉള്ള ആൾക്കാരാണ്. പിന്നെ പറഞ്ഞത് അയാൾ കള്ള് ഷാപ്പ് നടത്തുന്ന ആളാണ്. അതിന്റെ അപ്പുറമുള്ള പറയാലോ, നമുക്കൊന്നും അറിയില്ല. പക്ഷെ അവിടെ മന്ത് മറ്റേ കാലിലായിരുന്നു. കള്ളപ്പ് തന്നത് ഈ മുടിയോടെ കൊടുന്നെടുത്ത ആളാണ്. അബുദാബിയിലെ പഴയ ജുമാഅത്ത് പള്ളി, പഴയ വലിയ പള്ളി എന്ന് പറയും. അബുദാബി പോണവരുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് അന്വേഷിക്കാം. അതിൻ്റെ അടുത്ത് സ്ട്രാൻഡ് ഹോട്ടൽ എന്ന് പറഞ്ഞ ഹോട്ടലുണ്ട്. സ്ട്രാൻഡ് കള്ള് വെക്കണ ഹോട്ടലാണ്, ബാർ ഹോട്ടലാണ്. അത് നടത്തുന്നത് മുടി കോഴിക്കോട്ട് കൊണ്ടുവന്ന് കൊടുത്ത അഹമ്മദാകുന്നു. ഹോട്ടൽ വാപ്പാന്റെ അടുത്ത് തന്നെയുള്ളതാണ്. ഇത് അപകടത്തിലാണ്. വിഷയം കൂടുതൽ ഉറപ്പുവരുത്താൻ വേണ്ടി അബുദാബിയിലെ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയിൽ നമ്മൾ അന്വേഷിച്ചു. അഹമ്മദിന്റെ പേരിൽ തന്നെയാണ് ഹോട്ടൽ. ഇങ്ങനെ ഒരുപാട് തെളിവുകൾ
അഹമ്മദ് പ്രസിദ്ധീകരിച്ച ഒരു കിതാബുണ്ട്, മുടിയെപ്പറ്റി മാത്രം വിശദീകരണങ്ങളില്ല ഉള്ള. ഈ മുടിയെപ്പറ്റി ഒന്നും ഇല്ല. അബൂദബി പോയിട്ട് UAE എവിടെയെങ്കിലും ഒരു മുടിയുണ്ട് എന്ന് പോലുമുള്ള പരാമർശം കിതാബിലില്ല. മുടിനെ പറ്റി മാത്രമുള്ള കിതാബാകുമ്പോൾ അത് പറയണം. ലോകത്തിന് മറ്റു പല ഭാഗത്തുള്ള കിതാബ് മുടികളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ആകെ അലക്കുലുത്തായി അഴകുഴമ്പനായി ഇരിക്കുമ്പോഴാണ് കോഴിച്ചെനയിൽ നേരത്തെ വായിച്ച സനദില് നമുക്ക് മുടി കിട്ടിയിട്ടുള്ളത് മൗലാന മുഹമ്മദ് ഇഖ്ബാൽ വലിയ ജാലിയാവാല എന്ന മഹാനവറുകളിൽ നിന്നാകുന്നു എന്ന പ്രഖ്യാപനം വന്നു. കേട്ടാ വിചാരിച്ചും വലിയാണ്, വലിയല്ല, അതൊരു പേരാണ്. വലിയുദ്ദീൻ, വലിയുള്ള എന്നൊക്കെ വടക്കേ ഇന്ത്യക്കാർക്ക് പേരുണ്ടാവും. അപ്പൊ ബോംബെയിൽ എങ്ങനെ ആളാന്നപ്പോ ബോംബെയിൽ അന്വേഷിച്ചു നമ്മൾ ആൾക്കാർ. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അയാളെ മഷിയിട്ട് തെരഞ്ഞ് കണ്ടുപിടിക്കണം. അങ്ങനെ കുറച്ച് അന്വേഷിച്ചപ്പോ കിട്ടിയ ആളെ ആരും അറിയില്ല. മൂപ്പരിവിടെ നിന്ന് പ്രസംഗിച്ച് ലോകപ്രസിദ്ധനാണ് എന്നാണ്. അതിന് തെളിവ് പറഞ്ഞ് ലബനാനെന്നാരോ കത്തയച്ചിട്ടുണ്ട്. കുന്നത്തറമ്പിൽ ഒരാൾ ലണ്ടനിൽ ജോലി ചെയ്യുന്നെങ്കിൽ അയാളെ ഒന്നാണ് കത്തയച്ചാൽ ആ ലണ്ടനിന് കത്ത് കിട്ടിയിട്ടുണ്ട്, അയാൾ ലോകപ്രസിദ്ധനാണെന്ന് ഇപ്പോഴുള്ള ആരെയും പറയോ? കുന്നത്തറമ്പിലുണ്ട് ലണ്ടൻകാര്, ഉള്ളണത്തുണ്ട് ലണ്ടനിൽ ജോലി ചെയ്യുന്ന ആൾക്കാര്, രണ്ടത്താണിലുണ്ട് ലണ്ടനിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ. അവർ ലണ്ടനിൽ ഇവിടുത്തെ ഒരു കത്തയച്ചാൽ, ഒരാൾക്കൊരു കത്തയച്ചാൽ ഇയാൾ ലോകപ്രസിദ്ധനാണ്. തെളിവെന്താണെന്ന് വെച്ചാൽ ഇയാൾക്ക് ലണ്ടനിൽ നിന്നൊക്കെ കത്ത് വരലുണ്ട്. എങ്ങനെയുണ്ട് തെളിവ്? രണ്ടാമത് പറഞ്ഞ അബുദാബിയിൽ നിന്ന് അപേക്ഷ വന്നിട്ട് മുടിക്കുന്നത് അത് ഈ മുടിയൻ തന്നെയാണ്. ഇന്റർനാഷണൽ മുടി നാടകം അഭിനയിച്ച ആളുണ്ടത് അയാളാണ്. അയാളെ അപേക്ഷ നൽകിയ അപേക്ഷ നമ്മൾ ആൾക്കാർ കണ്ടിട്ടുണ്ട്. 20/5/2006 അയാൾ മുടി കിട്ടാൻ വേണ്ടി അപേക്ഷ 20/5/2007 ഇയാൾ എനിക്കും ഒരു മുടി വേണം, കാരണം ഈ മുടിക്കച്ചവടക്കാരൻ്റെ അടുത്ത് നിന്ന് മുടി കിട്ടാൻ അപേക്ഷ കൊടുക്കണം. എന്നെ കൊക്കാണ് കൊടുത്താൽ മുടിക്കൊരു കാര്യം വില ഉണ്ടാവില്ല, പിന്നെ വേറെ ഷാപ്പിൽ നിന്ന് വേറെ കൊണ്ടുവരേണ്ടി വരുമല്ലോ. അപ്പോ അതിനൊരു ലിമിറ്റേഷന് വേണ്ടിയിട്ട് അപേക്ഷ എഴുതി കൊടുക്കും. അത് വെള്ളക്കടലാസിൽ നിന്ന് അപേക്ഷ പോരാ. ഏതെങ്കിലും പള്ളിയോ സ്ഥാപനോ അല്ലെങ്കിൽ വലിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരെ ലെറ്റർ ഹെഡിലൊക്കെ അപേക്ഷ കൊടുത്താൽ മൂപ്പരവിടെ വാങ്ങിയേക്കും. അതിനൊരു ഫയൽ അവിടെ ഉണ്ട്. എന്നിട്ട് പിന്നെ നമ്മളെ കുട്ടികളൊക്കെ 5ാം ക്ലാസ് പാസ്സായത് സർട്ടിഫിക്കറ്റ് ഉള്ളൂ മദ്രസിന്റെ. അതവിടെ അടിച്ചു വെച്ചത് ആദ്യം. ആ കുട്ടിന്റെ പേരവിടെ ആയിരുന്നു ശിഹാബുദ്ദീൻ. ബാപ്പാന്റെ പേര് ഇബ്നു കുഞ്ഞു മുഹമ്മദ്. പിന്നെ മാർക്ക് തജ്വീദിൽ ഇത്ര തജ്വീദ് ഖുർആൻ ഫിഖ് എന്നൊക്കെ അതിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. മാർക്കും അവിടെ എഴുതിച്ചു. എന്ന മാതിരി മുടിന്റെ സർട്ടിഫിക്കറ്റ്. ഇവിടുന്ന് ഒരാൾ ഞാൻ അപേക്ഷ കൊടുത്താൽ ഇത്രാം തീയതിയുടെ അപേക്ഷ അനുസരിച്ച് ഇന്നയാൾക്ക് ഞാൻ മുടി കൈമാറിയിരിക്കുന്നു. അതിൽ 3-4 സീലും വെക്കും. ആ സീല് വെച്ചതാണ് നേരത്തെ ആബിദ് ഹുദവി ചെന്നപ്പോൾ കാണിച്ചു കൊടുത്തു പറഞ്ഞ സർട്ടിഫിക്കറ്റ്. സനതല്ല, ഞാൻ ഞങ്ങൾക്ക് മുടി കൊടുത്തിട്ടുണ്ട് എന്നായിരുന്നു. അതുകൊണ്ട് സനതാവില്ല. പിന്നെ സനത് ചോദിക്കാൻ പറഞ്ഞാൽ ഇതിനൊക്കെ സനത് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മളെ ജീവിതത്തിലൊക്കെ ഇപ്പൊ അങ്ങനെ സനത് ചോദിച്ചിട്ട് പെണ്ണുങ്ങൾ ആസ്പത്രി കൊണ്ടുപോയി പെറ്റാൽ നേഴ്സ് ഒരു കുട്ടിനെ കൊണ്ടുവരും. എന്റെ കുഞ്ഞാനാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റുവാങ്ങും. അങ്ങനല്ലേ ചെയ്യല്? ചെമ്മാട്ട് പോകുമ്പോ അല്ലെങ്കിൽ കോഴിക്കോട്ട് പോകുമ്പോ ഹോട്ടലിൽ പോയി ഇറച്ചി വാങ്ങിയാല് സപ്ലൈക്കാരൻ വരുമ്പോ ഇതിന്റെ സനതുണ്ടോ? അത് ആരാ അർത്ഥത്? അതിന് ആടിനെ എവിടുന്ന വാങ്ങിയത്? ആ ആടിന്റെ ഉടമ ആരായിരുന്നു? അതിന് സനതാരം ചോദിക്കലുണ്ടോ? എന്നൊക്കെയുള്ള വെറും തറ ഭാഷയിൽ സംസാരിച്ചുകൊണ്ട് ആളുകളെ വിഡ്ഢികളാക്കി. സനത് ഇതിനൊക്കെ സനത് വേണം എന്ന് ആരാ പറഞ്ഞത്? 4 മാസം കഴിഞ്ഞിട്ട് ഇവരെ പത്രത്തിൽ എഴുതി അച്ചടിച്ചു വന്നു. ബറക്കത്തിന്റെ സാധനങ്ങൾക്കൊക്കെ സനത് വേണമെന്ന് ആരാ പറഞ്ഞത് കൂട്ടരെ എന്ന ചോദ്യം. അങ്ങനെ അറിയപ്പെട്ടതിനൊന്നും സനത് ആവശ്യമില്ല എന്ന് അടിക്കുറിപ്പ്. അറിയപ്പെട്ടതിന് സനത് വേണ്ട, അറിയപ്പെട്ടതിന് സനത് വേണ്ട എന്ന് പറഞ്ഞാൽ മമ്പുറത്ത് അവിടെ മക്കാമിന്റെ ഉള്ളിൽ മമ്പുറത്ത് സയ്യിദ് ആലവി മൗലദ്ദബിയിലെയാണ് എന്നിപ്പാരും സനത് ചോദിക്കണ്ട. അതാ പറയുന്നത്. അത് തങ്ങബാബ ജീവിച്ച കാലത്ത് ഒരുപാട് ആളുകൾ മഹാനവറുകൾ അറിയുമായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ അവിടെ ചെന്ന് അതിന്റെ വറക്കത്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ ഈ സനത് കൊടുത്തെടുക്കാൻ ഇരുന്നാൽ ശരിയാവില്ല, ഒക്കുമല്ലോ. അറിയപ്പെടുന്ന സാധനങ്ങൾക്ക് സനത് വേണ്ട. ഇത് 2009 ജനുവരി 9, 2010